ജിത്തുസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഡേറ്റ്സ് കാരറ്റ് കേക്ക് ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ ഡേറ്റ്സ് കാരറ്റ് കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 10 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്, നട്ട്സ്, ഗ്രാമ്പു, പട്ട, 3 മുട്ട റൂം ടെമ്പറേച്ചറിൽ വെച്ചത്, പൊടിച്ച പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ, 1 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഓയിൽ അല്ലെങ്കിൽ ബട്ടറും ചേർത്താൽ മതി, വാനില എസൻസ്. പഴം, നട്ട്സ്, 2 ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കൊന്ന് മാറ്റി വെക്കാം. ഇവിടെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. നമുക്ക് ഇത് തണുക്കാൻ മാറ്റി വെക്കാം. നമുക്ക് 3 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി വീണ്ടും ബ്ലെൻഡ് ചെയ്യാം. പഞ്ചസാര കാരമലൈസ് ചെയ്ത് അത് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഡേറ്റ്സ്, നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കാം. ഇനി എയർ ബബിൾസ് പോകാൻ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ മൈദയിൽ മുക്കിയ കാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ കടായിൽ പ്രീഹീറ്റ് ചെയ്യാം. ഇത് പ്രീഹീറ്റ് ചെയ്തതിലേക്ക് കേക്ക് ബാറ്റർ വെക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും മൂടി വെക്കാം. നമ്മുടെ ഡേറ്റ്സ് കാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്തത് 25 മിനിറ്റ് പറഞ്ഞെങ്കിലും 35 മിനിറ്റ് ബേക്ക് ചെയ്തു. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.